അന്റെ നാട്ടിലെ ഒരു കൊച്ചീനടക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി പണ്ട് ഞങ്ങളിപ്പം നടക്കുമ്പോ എനിക്ക് അറിയത്തിയിട്ടുള്ള കുറെ നാട്ടുകാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ മോളെ ഓളപ്പരം നടക്കല്ലേ, പഴച്ചു പോവും. അങ്ങനെ ഏതെല്ലാം പിള്ളേർ കേട്ടിട്ടുണ്ടോ ആ പിള്ളേരെ കൊണ്ടെല്ലാം ഞാൻ അനക്കഞ്ചേച്ചിനെ പോലെയാണം എന്ന് പറയിപ്പിക്കും. ദാറ്റ് നോട്ട് നമുക്കിന്ന് അമേരിക്ക വരെ പോകാം, അതും റോഡ് മാർഗം. ഓ പിന്നെ ഇതെല്ലാം ഒരു ഫ്ലെക്സാ. സെയിം വരിപ്പടയിലിരിക്കുന്ന മാമനീറ്റ് പോ മാമ, വെറുതെ കുണ്ടിയിൽ പേര് കളക്കും. ഈ ട്രിപ്പ് മെയിൻ ആയിട്ടും ഹൈവേയിലായതുകൊണ്ട് എന്റെ ഡ്രൈവിംഗ് വളരെ മിനിമലായി, കാരണം എനിക്ക് ബോധം കഥാ നെഹി. പക്ഷേ ഒരു പാസഞ്ചർ പ്രിൻസസിന്റെ എല്ലാ ദൗത്യങ്ങളും ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞ എന്റെ കൂടെ കാറിൽ ലോങ് ഡ്രൈവിന് വരാൻ എന്റെ ഫ്രണ്ട്സിന് ഒന്നും ഇഷ്ടമല്ല, കാരണം ഞാൻ കാർ ഗെയിമും കൊണ്ടിറങ്ങും. അതാ എനക്കൊന്നും കിട്ടുന്നില്ല. പൊല്ലാതവൻ അല്ല, പൊല്ലാതവൻ ധനുഷിന്റെ പണം പഠിക്കാതവൻ. ഇല്ല, പഠിച്ചവരില്ല. അങ്ങനെ കളിച്ച് നമ്മൾ അമേരിക്കന്റെ ബോർഡറിലെത്തി. ലോക പ്രശസ്തമായ നയാഗ്ര ഫാൾസ്. പക്ഷെ അമേരിക്കന്റെ സൈഡിൽ നിന്ന് കാണാൻ ഒരു ഗുണവും. ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. കാരണം സൽഗുണ സമ്പന്നരും സൗന്ദര്യത്തിന്റെ നിറക്കുടങ്ങളുമായ നമ്മളെ ബന്ധുക്കളുടെ നമുക്കട ഓരോ നമ്മളെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്ഥലം കണ്ടാവും. ആളൊഴിഞ്ഞ് റോഡ് കണ്ടാ പിന്നെ ഞാൻ ലൂയിസ് ഹാമിൽട്ടൺ. പക്ഷെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ ഗെയിം കളിക്കാറില്ല, കാരണം വണ്ടി അപ്പുറത്തെ വളപ്പ് കിടക്കും. പോരാത്തേന് അതുലിന്റെ വക ഒരു നീണ്ട സുവിശേഷ പ്രസംഗവും കാണും. ഞാൻ ഇവന്റെ കൂടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡിവോഴ്സ് ലോയറെ ഹയർ ചെയ്തതിന്. സ്വന്തം റിലേഷന്റെ വ്യാപ്തി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കലാപരിപാടികൾ ചെയ്താൽ മതി. വണ്ടി ഓടിച്ച് തളർന്ന്. അതുകൊണ്ട് ബാക്കി ട്രിപ്പിന്റെ വിശേഷം ഞാൻ പിന്നെ പറയാം.